കാർഷിക മേഖലയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയതിലൂടെ സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപ്പാദനം 2015-16 628 ലക്ഷമായിരുന്നത് 23-24 17.2 ലക്ഷമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. കാർഷിക മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക വർഷം 227.40 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്ര സഹായമായി 115.50 കോടി രൂപ വകയിരുത്തുന്നു. വിളപരിപാലന മേഖലയ്ക്ക് 535.9 കോടി രൂപ വകയിരുത്തുന്നു. സർ, സമഗ്രമായ ഒരു നെല്ല് വികസന പദ്ധതി അടുത്ത വർഷം സർക്കാർ കൊണ്ടുവരും. നെല്ല് വികസന പദ്ധതിക്കായി വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് 150 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ സുസ്ഥിര നെൽകൃഷി വികസനത്തിന് ഉൽപ്പാദനോപാധികൾക്കുള്ള സഹായമായി ഹെക്ടറിന് 5500 രൂപ, നെൽവയൽ ഉടമസ്ഥർക്ക് നെൽവയൽ സംരക്ഷണത്തിനായി ഹെക്ടറിന് 3000 രൂപ എന്നീ നിരക്കുകളിൽ റോയൽറ്റി നൽകുന്നതിനുള്ള 80 കോടി രൂപയും ഉൾപ്പെടും. കാർഷിക സർവകലാശാലയുടെ പദ്ധതികൾക്കായിട്ട് 43 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പുതിയ പദ്ധതികൾക്കായിട്ട് 21 കോടി രൂപ നീക്കിവെക്കുന്നു. സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് 78.45 കോടി രൂപ വകയിരുത്തുന്നു. നാളികേര വികസനത്തിനായി 73 കോടി രൂപ വകയിരുത്തുന്നു. സുഗന്ധവ്യഞ്ജന വിള പദ്ധതിക്ക് വകയിരുത്തൽ 4.6 കോടി രൂപയിൽ നിന്ന് 7.6 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. പഴവർഗ്ഗങ്ങൾ, പൂക്കൾ, ഔഷധസസ്യങ്ങൾ എന്നിവയുടെ വികസനത്തിനായി ആകെ 18.92 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേരളത്തിൻ്റെ കാർഷിക കാലാവസ്ഥ വൈവിധ്യം കണക്കെടുത്ത് കേരളത്തെ ഉയർന്ന മൂല്യമുള്ള ഹോർട്ടിക്കൾച്ചറൽ ഹബ്ബാക്കാൻ വിഭാവനം ചെയ്യുന്ന ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നു. സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ കൃഷിക്കായുള്ള സഹകരണ സംരംഭം എന്ന സ്കീമിൽ ഉൾപ്പെടുത്തി ഇതിനായി 30 കോടി രൂപ വകയിരുത്തുന്നു. പാലക്കാട് ചിറ്റൂർ പെരുമാട്ടി അഗ്രോ ഇന്നൊവേഷൻ പാർക്കിന് 1 കോടി രൂപ അനുവദിക്കുന്നു. കാർഷിക വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിന് 14.89 കോടി രൂപ വകയിരുത്തുന്നു. ഫാം യന്ത്രവൽക്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. വിള ഇൻഷുറൻസിന് പദ്ധതിയുടെ സർക്കാർ വിഹിതമായി 33.14 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക വിപണനം, സംഭരണം, വെയർഹൗസിംഗ്, മറ്റ് കാർഷിക പരിപാടികൾ എന്നിവയ്ക്കായി ആകെ 157.31 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലുള്ള പിന്തുണയ്ക്കായി 43.90 കോടി രൂപയും അനുബന്ധമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഉദ്യമങ്ങൾക്കായിട്ട് 8 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കാലാവസ്ഥാ വ്യതിയാനം ചെറുത്തുകൊണ്ടും ദ്വിതീയ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമഗ്ര കാർഷിക വികസനത്തിന് 2365 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പദ്ധതിക്ക് ലോകബാങ്കിൻ്റെ അംഗീകാരം ലഭിച്ചു. ഈ വർഷം കേര പദ്ധതി വഴി പദ്ധതിക്ക് 100 കോടി രൂപ വകയിരുത്തുന്നു. മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അടങ്കൽ തുകയായി 77.99 കോടി രൂപ വകയിരുത്തുന്നു. കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻറ്ററിന് 13.3 കോടി രൂപ വകയിരുത്തുന്നു. തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ സൂക്ഷ്മ നീർത്തട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ പാടശേഖരങ്ങളുടെ ഭൂമി വികസന പ്രവർത്തനങ്ങളും വിവിധ കുളങ്ങളുടെ നവീകരണങ്ങളും എന്ന നബാർഡ് വായ്പാ പദ്ധതിക്ക് 25 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കായി 317.90 കോടി രൂപ ആണ് പദ്ധതി വിഹിതം. ഇതിൽ 159.63 കോടി രൂപ മൃഗസംരക്ഷണ വകുപ്പിനുള്ളതാണ്. 30 കോടി രൂപ നബാർഡ് RADF വായ്പയും 9 കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതവുമാണ്. മൃഗചികിത്സാ സേവനങ്ങളുടെ ഭാഗമായി 9 കോടി രൂപ അധികമായി ഉൾപ്പെടുത്തി ആകെ പദ്ധതി വിഹിതം 41.1 കോടി രൂപയായി ഉയർത്തുന്നു. ബീജസങ്കലന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ 9.2 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രത്യേക കന്നുകുട്ടി പരിപാലന പരിപാടിക്ക് 6 കോടി വർദ്ധിപ്പിച്ച് 48.5 കോടി രൂപയായി ഉയർത്തുന്നു. ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് 32.46 കോടി വകയിരുത്തുന്നു. ഗുണനിലവാരമുള്ള മാംസ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് 17.14 കോടി രൂപ വകയിരുത്തുന്നു.